നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ പോലും ലക്ഷദ്വീപ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ മാലിദ്വീപിന്റെ മന്ത്രിയായ അബ്ദുള്ള മസ്ദൂം മജീദ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ഒരു കുറിപ്പ് വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇന്ത്യ മാലിദ്വീപിനെ ലക്ഷ്യം വെക്കുന്നുവെന്ന് പറഞ്ഞ മാജിദ് ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുകൂടി ഈ കുറിപ്പിൽ പറഞ്ഞിരുന്നു. എന്തായാലും ഇതേ തുടർന്ന് ഇന്ത്യയിൽ നിന്നും മാലിദ്വീപിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകാനിരുന്ന ആളുകൾ കൂട്ടത്തോടെ യാത്രകൾ റദ്ദാക്കുകയാണ്. യാത്ര റദ്ദാക്കുന്നതായി ടിക്കറ്റുകളും മറ്റ് വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പലരും ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബോയ്ക്കോട്ട് മാലിദ്വീപ് എന്ന ഒരു ക്യാമ്പയിന് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നോർക്ലിംഗിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. മാലിദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നു, അത് ലക്ഷദ്വീപാണ് എന്ന തരത്തിലായിരുന്നു ചർച്ചകളൊക്കെ വന്നിരുന്നത്. എന്തായാലും ഇങ്ങനെയാണ് ഇത് മാലിദ്വീപിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത്. അതായത് മാലിദ്വീപിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ലക്ഷദ്വീപിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലൊരു യാത്ര നടത്തിയത് എന്ന തരത്തിലായിരുന്നു അവരുടെ വ്യാഖ്യാനം. എന്തായാലും ഇതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ബോയ്ക്കോട്ട് മാലിദ്വീപ് എന്ന ഹാഷ്ടാഗുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഇത് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ മാലിദ്വീപിൽ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു അധികാരമേറ്റതിന് ശേഷം ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ചില ഉലച്ചിൽ സംഭവിച്ചിരുന്നു. കാരണം മുയ്സു പ്രധാനമായും ചൈനയെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ പിന്തുടർന്നു പോരുന്ന ഒരു നേതാവാണ്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയ മാലിദ്വീപിന്, പ്രത്യേകിച്ചും ടൂറിസം പ്രധാന വരുമാന മാർഗമായ മാലിദ്വീപിന് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് മുന്നിലുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.